ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു സെൽഫ് കെയർ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. സത്യം പറഞ്ഞാൽ ഇത് കുറച്ചധികം ദിവസം മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ്. കുറച്ച് മുന്നേ ഞാനിത് എടുത്തു വെച്ചിട്ട് വോയിസ് ഓവറും ഒന്ന് എഡിറ്റ് ചെയ്യാണ്ടൊന്നും ഇങ്ങനെ വെച്ചൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ ഒരു വട്ടമല്ലേ ആഴ്ചയിൽ ഒരു വട്ടമല്ല ഇങ്ങനെയുള്ള സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം ചെയ്യാറുള്ളൂ. ഇല്ലാത്തപ്പോൾ ഞാൻ സൺസ്ക്രീന് മോയ്സ്ചറൈസർ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുള്ളൂ. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഹെയറിൽ നന്നായിട്ട് സ്പ്രേ ചെയ്യുന്നുണ്ട് വെള്ളം. അത് സ്പ്രേ ചെയ്തതിന് ശേഷം ഞാൻ കേൾ ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ഹെയർ കുറച്ചുകൂടി നമുക്ക് ഒരു ഉറങ്ങി എണീച്ചായിട്ടുള്ള ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളെല്ലാം പോകാൻ വേണ്ടി ഇത് നന്നായി ഹെൽപ്പ് ചെയ്യും. ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന സ്പ്രേ ബോട്ടിലിൻ്റെ അകത്ത് ഇച്ചിരി കണ്ടീഷണർ, നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന കണ്ടീഷണർ ഉറ്റിച്ചിട്ട് നന്നായി അത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യല്. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ചിട്ട് ഹെയറിലൊന്നും ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആ ഒരു ബേബി ഹെയർസ് ഒക്കെ ഒതുങ്ങി നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സിമ്പിളിൻ്റെ ഫേസ് വാഷ് ആട്ടെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യല്. അത്യാവശ്യം നല്ല ഫേസ് വാഷാണ്. പക്ഷെ കുറേ ആൾക്കാർക്ക് ഇത് വർക്കൗട്ട് അല്ല എന്ന് കുറച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറേ ഫ്രണ്ട്സിനൊന്നും ഈ ഒരു സിമ്പിളിൻ്റെ ഫേസ് വാഷ് ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് നന്നായി ഇഷ്ടമായിട്ടുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ദേയ്ഗേൻ്റെ ലിപ് ബാമാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് 2 months ആയിട്ട് ദേയ്ഗേൻ്റെ ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബീട്രൂട്ട് ലിപ് ബാം. അതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് ഈ ദേയ്ഗേൻ്റെ കൊളാബും കിട്ടിയിട്ടുണ്ടായി. ഞാൻ ഓൾമോസ്റ്റ് ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ എനിക്ക് കൊളാബ് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു സിറം എന്ന് പറയുന്നത് ഇത് ഫേസ് ബ്രൈറ്റനിങ് സിറമാണ്. ഇത് അലോർ ലിക്സർ എന്ന് പറഞ്ഞുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു സിറമാണ്. ആയുർവേദിക് പ്രോഡക്റ്റ് ആട്ടോ ഇത്. അതുപോലെ തന്നെ ദേയ്ഗയും അത്യാവശ്യം നല്ലൊരു കെമിക്കൽസ് അങ്ങനത്തെ ഒന്നും അടങ്ങാത്തൊരു ലിപ് ബാമും കാര്യങ്ങളൊക്കെ. പക്ഷെ എല്ലാവർക്കും ആ ഒരു ലിപ് ബാമിൻ്റെ ആ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടണം എന്നില്ല. കാരണം ആ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷേ നല്ല അത്യാവശ്യം നല്ല ലിപ് ബാമാട്ടോ. അപ്പോൾ ഈ ഒരു സിറം അപ്ലൈ ചെയ്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂർ ഫേസിൽ വെച്ചിട്ടാണ് നമ്മൾ ഫേസ് വാഷ് ചെയ്യേണ്ടത്. എനിക്ക് അതിനുള്ള ആ ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഞാൻ ഫേസ് വാഷ് ഇട്ടിട്ട്, ഫേസ് വാഷ് അല്ല, ഈ ഒരു അലോർ ലിക്സറിൻ്റെ ബ്രൈറ്റനിങ് ക്ലെൻസർ ഇട്ടിട്ടാണ് ഞാൻ കഴുകിയിട്ടുള്ളത്. ഞാൻ ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മനസ്സിലായി ഇതിൽ നല്ല സാഫ്രോണ്, ചന്ദനെല്ലാം അടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്മെല്ലാട്ടോ. ഞാൻ ഈ സിമ്പിളിൻ്റെ ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഇത് ഞാൻ ഇടുന്നത് നമുക്ക് ആ ഒരു ഫേസ് ബ്രൈറ്റനിങ് സിറം ഉണ്ടല്ലോ, സിറം അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓയിൽ പോലത്തെ ഒരു സാധനമാണ്. അത് അപ്ലൈ ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ തന്നെ ക്ലെൻസർ വെച്ചിട്ടാണ് ഞാൻ വാഷ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ്. അതിനുശേഷം ആ ഒരു ബ്രാൻഡിൻ്റെ തന്നെ ഫേസ് ബ്രൈറ്റനിങ് പാക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ വേറൊന്നും മിക്സ് ചെയ്യാനില്ലാത്തതുകൊണ്ട് വെള്ളം വെച്ചിട്ടാട്ടോ ആ പാക്ക് മിക്സ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ആൽപ്സ് ഗുഡ്നസിൻ്റെ മുൾട്ടാനി മിൽട്ടിയും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലതാണ്. പിന്നെ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക, എന്നാലേ ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാണ്ട് കുറച്ച് കാലം യൂസ് ചെയ്തിട്ട് അങ്ങനെ പെട്ടെന്നൊരു എന്താ പറയുക വെളുത്തിട്ട് പാറുക അങ്ങനെ ഒരു റിസൾട്ടൊന്നും കിട്ടൂല. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ച് കാലം യൂസ് ചെയ്താലേ അതിൻ്റെ ആ ഒരു മാറ്റം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫേസ് ബ്രൈറ്റനിങ് പാക്കും ഈ ഒരു സിറലും ആ ഒരു വാർണിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേരിയൻ്റ് ആട്ടോ. അതുപോലെ തന്നെ ഇവർക്ക് ആക്നീൻ്റെ ഒക്കെ പാക്ക് വേറെ തന്നെ വരുന്നുണ്ട്. അപ്പം എനിക്ക് അവരയച്ചു തന്നിട്ടുണ്ടായത് ബ്രൈറ്റനിങ് കിറ്റായിരുന്നു. എനിക്ക് ആക്നി അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഇത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ എൻ്റെ ഡ്രസ്സിലെല്ലാം അത് മറിയാൻ ചെയ്ത്. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഷോൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. മീഷോൻ്റെ ഡ്രസ് ഹോൾ എന്ന് പറഞ്ഞിട്ട് 2-3 നൈറ്റ് ഡ്രസ്സിൻ്റെ ആ ഒരു ദിവസം എടുത്ത വീഡിയോ ഇത്. അത്രയും ദിവസമായി, 2 ആഴ്ചയുടെ മുകളിലായി ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. ഇപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ദിവസം ഞാൻ റൂമെല്ലാം ക്ലീൻ ചെയ്ത് നല്ലൊരു പ്രൊഡക്റ്റീവ് ആവാന്നെല്ലാം വിചാരിച്ചിട്ട് സെൽഫ് കെയറും കാര്യങ്ങളെല്ലാം ചെയ്യാൻ ജസ്റ്റ് എടുത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാനിത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് വാഷ് ചെയ്ത് കളഞ്ഞു ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒട്ടും തെറ്റിദ്ധരിക്കാനേ പാടില്ല. ഞാൻ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്കിൻ കെയർ ചെയ്യുക അങ്ങനത്തെ ഒന്നും ഒരാളേ അല്ല ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് ഇങ്ങനെ മൂഡ് വന്നു കഴിഞ്ഞാൽ ചെയ്യും, അത്രയേ ഉള്ളൂ. എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യൂ, അല്ലാത്തപ്പോൾ ഞാൻ ചെയ്യൂല. പിന്നെ അതിനുശേഷം ഞാൻ ദേയ്ഗേൻ്റെ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം. അപ്പോൾ ലിപ്സ്റ്റിക് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനം കേട്ടോ. പിഗ്മെൻറ്റേഷൻ മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് അത്യാവശ്യം നമ്മൾ ഒരു 2-3 എണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുമായിരിക്കും. അതിനുശേഷം ഞാൻ
ടോണർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ പ്ലമ്മിൻ്റെ ടോണറായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഞാൻ കുറേ കാലമായിട്ട് അത് തന്നെയാണ് യൂസ് ചെയ്യല്. എനിക്ക് എന്തോ ആ ഒരു പ്ലമ്മിൻ്റെ ടോണർ ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാൻ ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ബോഡി ലോഷനല്ല, ഞാൻ എപ്പോഴെങ്കിലും എനിക്കിങ്ങനെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇത് വരുമ്പം അപ്ലൈ ചെയ്യാൻ തോന്നുമ്പം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കുറേ കാലമായി ഈ ഒരു ബോഡി ലോഷൻ മേടിച്ചിട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യലില്ല. അതിനുശേഷം ഞാൻ വെറുതെ വീഡിയോ എടുക്കുന്നതെന്നുള്ള രീതിയിൽ ഞാനൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതും എനിക്ക് കൊളാബായിട്ട് കിട്ടിയിട്ടുണ്ടായതാണ് ഡോക്ടർ ഷത്തിൻ്റെ. അപ്പോൾ ഇതോടെ എൻ്റെ ഒരു സെൽഫ് കെയർ ആ ഒരു ഇത് കഴിഞ്ഞു. അപ്പോൾ ബൈ ഗൈസ്.